الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല എന്നും സത്യത്തിൽ യഥാർത്ഥ ജീവിതം അവിടം മുതൽ ആരംഭിക്കുകയാണ് എന്നും ഇസ്ലാം വളരെ അടിവരയിട്ട് ഉണർത്തുന്ന അടിസ്ഥാന ആശയങ്ങളിലൊന്നാണ്. പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം, സ്വർഗം, വിശ്വാസികൾക്ക് ദുനിയാവിലെ ഏത് പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും അതിജയിക്കുവാനുള്ള കരുത്തും പ്രചോദനവുമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അവർ ഇവിടെ സഹിക്കുന്ന എന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കാലിൽ തറക്കുന്ന ഒരു മുള്ളുപോലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ല. അപ്പോൾ ഈ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രയാസങ്ങളും കഷ്ടനഷ്ടങ്ങളും സഹിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെയുള്ള കരുത്തും നന്മകൾ ചെയ്യുവാനുള്ള പ്രചോദനവും പ്രയാസങ്ങളിൽ ആശ്വാസവും പ്രതീക്ഷയും ഒക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ച പരലോക വിശ്വാസം അഥവാ സ്വർഗം ലഭിക്കും എന്നുള്ള ഒരു കൃത്യമായ ബോധ്യം.
മക്ക കാലഘട്ടത്തിൽ ഏറെ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയരായ സ്വഹാബത്തിനെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് കാണാം. അമ്മാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മാതാവ് സുമയ്യ റളിയല്ലാഹു അൻഹ, പിതാവ് യാസിർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ യാസിർ കുടുംബം ഒട്ടേറെ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ച സ്വഹാബി വര്യന്മാരാണ്, സ്വഹാബാ കിറാമാണ്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വബ്റൻ യാ ആല യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമ അവലംബിക്കുക, സഹിക്കുക. ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്കുള്ള വാഗ്ദത്ത സ്ഥലം അത് സ്വർഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജയിക്കുവാനുള്ള ഒരു കരുത്തും അതേപോലെ ഒരു ആശ്വാസവുമാണ് വാസ്തവത്തിൽ സ്വർഗം എന്നത്. അവിടെ ആ സ്വർഗലോകത്ത് ഒരു ചാട്ടവാറിന്റെ ഇടം കിട്ടാൻ സാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വടി വെക്കുവാനുള്ള സ്ഥലം, അത് ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവ് മൊത്തം അതിലുള്ള എല്ലാം കിട്ടുന്നതിനേക്കാളും ഉത്തമമാണ് എന്നാണ്. അത്രമാത്രം വിശിഷ്ടമായ ആ സ്വർഗം ആർക്കാണ് ലഭിക്കുക? മനസ്സിൽ അഴുക്കും വൃത്തികേടുകളും പേറിയ ആളുകൾക്ക് അവിടെ പ്രവേശനമില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഹളീറത്തുൽ ഖുദുസ് സ്വർഗത്തിന്റെ പ്രത്യേകമായ ഒരു പേരാണ്. സ്വർഗത്തെക്കുറിച്ച് വിശിഷ്ടരുടെ വിശുദ്ധ ഭവനം എന്ന് പരിചയപ്പെടുത്തുവാൻ പറ്റുന്ന രീതിയിൽ ഹളീറത്തുൽ ഖുദുസ് അഥവാ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ മസാകിനു ത്വയ്യിബ, വിശിഷ്ടമായ ഭവനമാണ് അവിടെ. അതുകൊണ്ട് തന്നെ മനസ്സിൽ അഴുക്കുകൾ പേറിയിട്ടുള്ള ആളുകൾക്ക്, വിശ്വാസ സംബന്ധമായ അന്ധവിശ്വാസങ്ങൾ കുടിയിരുത്തിയിട്ടുള്ള ആളുകൾ, മനസ്സിൽ ശിർക്കൻ ബഹുദൈവത്വത്തിന്റെ കറകളും അഴുക്കുകളും പേറിയ ആളുകൾ, അതേപോലെ തന്നെ കുഫറിന്റെയും നിഫാഖിന്റെയും വൃത്തികേടുകൾ മാലിന്യങ്ങൾ ചുവന്ന് നടക്കുന്ന ആളുകൾ, അവർക്ക് ആ സ്വർഗം നിഷിദ്ധമാണ്, കടക്കുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമൽ മുശ്രികൂന നജസ്, ബഹുദൈവാരാധകർ, ബഹുദൈവ വിശ്വാസികൾ മാലിന്യം പേറിയിട്ടുള്ള ആളുകളാണ്, അവർ നജസുകളാണ്. ശിർക്ക് അത്രമാത്രം ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ വൃത്തികെട്ട സംഗതിയാണ് എന്ന് പഠിപ്പിക്കുന്നു. അതേപോലെ കാപട്യം, നിഫാഖിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്നഹും റിജ്സുൻ വമഅവാഹും ജഹന്നം, മനസ്സിൽ വക്രതയുള്ള അതേപോലെ കാപട്യം പേറിയിട്ടുള്ള ആളുകൾ ബാഹ്യമായി ഇസ്ലാമിന്റെ രൂപങ്ങളും കോലങ്ങളും ഒക്കെ സ്വീകരിച്ച് വിശ്വാസം അല്ലെങ്കിൽ ആന്തരികമായി ഇസ്ലാമിനോട് താല്പര്യമില്ലാതെ നടക്കുന്ന കാപട്യത്തിന്റെ ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് അവർ റിജ്സാണ്, അഴുക്കാണ് എന്ന്. വമഅവാഹും ജഹന്നം, അവർക്ക് സ്വർഗത്തിൽ ഇടമില്ല, പിന്നെ നരകമാണ് അവരെ കാത്തിരിക്കുന്നത് എന്നാണ്. അതേപോലെ ദീൻ ഉൾക്കൊള്ളുവാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലെ 125-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അല്ലാഹു ഒരാൾക്ക് സന്മാർഗം കൊടുക്കുവാൻ ഉദ്ദേശിച്ചാൽ അയാൾക്ക് ഇസ്ലാമിന്റെ എല്ലാം ഉൾക്കൊള്ളുവാൻ പാകത്തിന് അയാളുടെ ഹൃദയം, മനസ്സ് വിശാലമായിരിക്കും. എന്നാൽ നേരെ തിരിച്ച് വേറെ ചില ആളുകളുണ്ട്, അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്ത കാര്യങ്ങൾ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഫകഅന്നമാ യസ്അദു ഇലസ്സമാ, ആകാശത്തേക്ക് കയറിപ്പോകുന്ന ആളുകൾക്കുണ്ടാകുന്ന ശ്വാസം തിങ്ങല് പോലെ ഒരുതരം വിമ്മിഷ്ടം, ഒരുതരം പ്രയാസം അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അവിടെ പറഞ്ഞു, കദാലിക യജ്അലുല്ലാഹു റിജ്സ അലല്ലദീന ലാ യുഅ്മിനൂൻ, ഈമാനില്ലാത്ത ആളുകൾക്ക് അങ്ങനെ ചില മാലിന്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുകയാണ്, ഇട്ടുകൊടുക്കുകയാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സ്വർഗം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, കൊതിക്കുമ്പോൾ, ഒന്നാമതായി നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ട സംഗതിയാണ് നമ്മുടെ മനസ്സ് സംശുദ്ധമാകണം, വിശ്വാസത്തിലൂടെ, ആദർശത്തിലൂടെ. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദതുഹും റിജ്സൻ ഇലാ റിജ്സിഹിം, സൂറത്ത് തൗബയിലെ 125-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, മാനസികമായ രോഗം പേറുന്ന ആളുകൾ, അഥവാ പടച്ചറബിനെ സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയ വിശ്വാസമില്ലാതെ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത് അത് അഭിമാനത്തോടുകൂടി ആദർശമായി സ്വീകരിക്കാത്ത ആളുകൾ, അവരുടെ മനസ്സിൽ ഒരു തരം രോഗമുണ്ട് എന്നാണ്. ഫസാദതുഹും റിജ്സൻ ഇലാ റിജ്സിഹിം, അവരുടെ മാലിന്യങ്ങളുടെ കൂട്ടത്തിലേക്ക് അഴുക്കുകൾ വീണ്ടും അധികരിക്കുകയാണ്. അതേപോലെ തന്നെ വമാതു വഹും കാഫിറൂൻ, പരലോകത്തിൽ വിശ്വാസമില്ലാതെ, അള്ളാഹുവിൽ വേണ്ട പോലെ വിശ്വാസമില്ലാതെ അവർ അവിശ്വാസികളായി അങ്ങനെ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോവുകയാണ് എന്ന്. അതുകൊണ്ട് ഐഹിക ജീവിതത്തിൽ
വിശുദ്ധി കൈവരിച്ചവർക്ക് മാത്രമാണ് ഈ ലോകമുള്ളത്, സ്വർഗമുള്ളത്. വിശുദ്ധിയുടെ പറുദീസ എന്ന് പറയുവാൻ പറ്റുന്ന സ്വർഗം അത് അല്ലാഹു ഒരുക്കിയിട്ടുള്ളത് ദുനിയാവിൽ സംശുദ്ധമായ ജീവിതം നയിച്ച ആളുകൾക്കാണ്. വിശുദ്ധിയുടെ സ്വഭാവങ്ങളും അതേപോലെ പെരുമാറ്റങ്ങളും വാക്കുകളും പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച ആളുകൾക്കാണ്. അല്ലാഹു പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് ചെല്ലുക. മനുഷ്യരാണ് നമ്മളെല്ലാവരും, അബദ്ധങ്ങൾ സംഭവിക്കാം, തെറ്റുകുറ്റങ്ങൾ പറ്റാത്ത ആരുമില്ല. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ഓർത്ത് പടച്ചറബിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ കുതിച്ചു ചെല്ലൂ എന്നാണ് ഖുർആൻ പറഞ്ഞത്. വജന്നത്തിൻ, അതേപോലെ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് ചെല്ലുക. അർളുഹസ് സമാവാതു വൽ അർള്, അതിന്റെ വിശാലത ആകാശഭൂമികളോളം വിശാലമാണ് സ്വർഗം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് ജീവിതത്തിൽ സംശുദ്ധമായ സൂക്ഷ്മത പുലർത്തുന്ന ജീവിതം നയിച്ച ആളുകൾക്കാണ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്, മുത്തഖീങ്ങൾക്കാണ്. അല്ലത്തി അഅദ്ദഹാ ലിൽ മുത്തഖീൻ, ആ സ്വർഗം അല്ലാഹു ഒരുക്കിയിട്ടുള്ളത് ആർക്കാണ്? അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച, ജീവിതത്തിൽ ഒരു വിശുദ്ധി കൈവരിച്ച ആളുകൾക്ക്. ഫഹും അഹ്ലുഹാ, അവരാണ് ആ സ്വർഗത്തിന്റെ അഹ്ലുകാർ. വഅഅമാലു തഖ്വ ഹിയൽ മൂസിലതു ഇലൈഹാ, ആ തഖ്വയിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളാണ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. അതല്ലാതെ എനിക്ക് ചിലതൊക്കെ ശരിയായി തോന്നി അത് ഞാൻ ചെയ്തു, എനിക്ക് വേറെ ഒന്നും ചിലത് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വയം ദൈവമായി അവതരിക്കുന്ന പല ആളുകളുമുണ്ട്. അവർക്ക് എന്താണ് മാർഗദർശനം എന്ന് ചോദിച്ചാൽ, എന്താണ് അവരെ ഗൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തോന്നിവാസം. ചിലതെനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നു, ചിലതെനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നല്ലാതെ അള്ള പഠിപ്പിച്ച ആ പ്രകാശം മുന്നിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തിച്ചു വെച്ച ആ വെളിച്ചത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ആർക്ക് സാധിച്ചുവോ അവർക്കുള്ളതാണ് സ്വർഗം. ദീനിന്റെ വിധിവിലക്കുകളെല്ലാം അവർക്ക് പ്രയാസരഹിതമായിരിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അതെല്ലാം നന്മയാണ്. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് സൂറത്തുൽ അഅറാഫിലെ 157-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞപ്പോൾ ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായ എല്ലാം ആ പ്രവാചകൻ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിഫ്, എല്ലാ വൃത്തികേടുകളും മാലിന്യങ്ങളുമാണ് പ്രവാചകൻ അവർക്ക് നിഷിദ്ധമാക്കിയത്, വിലക്കിയത്. അതേപോലെ നിഷിദ്ധമാക്കിയ ഭക്ഷണത്തെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിച്ചപ്പോൾ സൂറത്ത് ആലിമ്രാൻ, സൂറത്ത് അൻആമിലെ 145-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫഇന്നഹു റിജ്സുൻ, അഥവാ ശവവും രക്തവും പന്നിമാംസവും എല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് ചേർത്തല്ല പറഞ്ഞതാണ് ഫഇന്നഹു റിജ്സുൻ, അത് മാലിന്യമാണ്, അഴുക്കാണ്. അള്ള നിഷിദ്ധമാക്കിയ ഒന്നിൽ ഒരു വിശുദ്ധിയും നന്മയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതേപോലെ അള്ള കൽപ്പിച്ച, അള്ള അനുവദിച്ച ഒന്നിൽ ഒരു അഴുക്ക്, അത് വേണ്ടാത്തതാണ്, അത് മോശപ്പെട്ടതാണ് എന്നും ആർക്കും വസ്തുനിഷ്ഠമായി പറയുവാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ ധാരാളക്കണക്കിന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ചില ആളുകളുടെ ചില സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഖാത്തിഉ റഹിം, രക്തബന്ധം മുറിച്ചു കളയുന്ന ആളുകൾ, വാപ്പയുമായി മിണ്ടിയിട്ട് വർഷങ്ങളായ ആളുകൾ, ഉമ്മയെ പരിഗണിക്കാത്ത ആളുകൾ, രക്തബന്ധങ്ങൾ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾ, അവരുടെ ഒക്കെ മനസ്സിൽ അഴുക്കുകളാണ്, മാലിന്യങ്ങളാണ്. അവർ വലിയ നമസ്കാര തയമ്പുള്ള ആളുകളാണ് എങ്കിൽ പോലും സ്വർഗത്തിലേക്കുള്ള കവാടം അവരുടെ മുന്നിൽ കൊട്ടിയടക്കപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്ത് നമ്മാം, ഏഷണി പറഞ്ഞു നടക്കുന്ന ആളുകൾ, മറ്റുള്ളവരെ സംബന്ധിച്ച് ദുഷിപ്പും അതേപോലെ ആളുകൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാൻ, തെറ്റിച്ചു കളയുവാൻ വേണ്ടി പിശാചിന്റെ പണിയെടുക്കുന്ന ആളുകൾ, അവരുടെ മനസ്സിൽ അഴുക്കുകളാണ്, വൃത്തികേടുകളാണ്. അതേപോലെ ചതിയും വഞ്ചനയും അഹങ്കാരവും ഉപദ്രവങ്ങളും അതൊക്കെ പ്ലാൻ ചെയ്ത് നടക്കുന്ന ആളുകൾ, പകയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ശൈലിയിൽ പറഞ്ഞതാണ് ലാ യദ്ഖുലുൽ ജന്നത അൽ ജവാൽ അൽ ജഅലരി, അഹങ്കാരിയായ അഹംഭാവിയായ മനുഷ്യൻ. ബാക്കി എല്ലാവരെയും സംബന്ധിച്ച് അയാളുടെ മനസ്സിൽ എന്താ? അവരൊക്കെ കൊള്ളാത്തവരും മോശക്കാരുമാണ്, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ മനസ്സ്, ഏറ്റവും വലിയ അഴുക്കും വൃത്തികേടുകളും കൊണ്ട് നടക്കുന്ന ആളുകൾ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതേപോലെ സഹോദരങ്ങളെ, മുദ്മിനുൽ ഖംർ,
മൂക്കറ്റം മദ്യപിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു നിഷിദ്ധമാക്കിയ അഴുക്കുകൾ, വൃത്തികേടുകൾ പൈസ കൊടുത്തു വാങ്ങി ഉപയോഗിച്ച് മനുഷ്യൻ എന്ന സുന്ദരമായ ജീവിയെ മൃഗത്തേക്കാൾ അധപ്പതിപ്പിച്ച് കളയുന്ന മോശമായ അവസ്ഥയിലേക്ക് പോകുന്ന ആളുകൾ, വൃത്തികേടുകൾ വില കൊടുത്തു വാങ്ങുന്നവരാണ്. അവർക്കും സ്വർഗമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്ന ഒരു ഹദീസാണ്. തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇത്നൈനി വൽ ഖമീസ്. ഓരോ വ്യാഴാഴ്ചയും ഓരോ തിങ്കളാഴ്ചയും അല്ലാഹു സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിടും. ഫയഗ്ഫിറുല്ലാഹു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅ. എന്നിട്ട് അതുവരെയും അവരുടെ കണക്കുകൾ നോക്കി അള്ളാഹു എല്ലാ വിശ്വാസികൾക്കും എല്ലാ അടിമകൾക്കും പുറത്തു കൊടുക്കും. ഒരേ ഒരു കണ്ടീഷൻ, ലാ യുശ്രികു ബില്ലാഹി ശൈഅ. പടച്ച റബ്ബിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത തികഞ്ഞ ഏകദൈവ വിശ്വാസിയായ മുവഹിദായ ആളുകൾ, അവരുടെ ചെറുദോഷങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അതേപോലെ അതിനോട് ചേർത്ത് പറഞ്ഞു, ഇല്ലാ റജുലൻ കാനത് ബൈനഹു വബൈന അഖീഹി ശഹന. തൗഹീദൊക്കെ ഓക്കെയാണ്, നമസ്കാരം കൃത്യമാണ്, പക്ഷേ തന്റെയും തന്റെ സഹോദരന്റെയും ഇടയിൽ മനസ്സിൽ വലിയ വിദ്വേഷവും ശത്രുതയും പകയും വെച്ച് നടക്കുന്ന മനസ്സ് മലീമസമായ വ്യക്തിയാണെങ്കിൽ അയാൾക്കും സ്വർഗമില്ല, അയാൾക്കും മഗ്ഫിറത്തില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം എന്താ? സ്വർഗം വിശുദ്ധമാണ്. ആ വിശുദ്ധ ഭൂമിയിലേക്ക് കടന്നു ചെല്ലുവാൻ നല്ല മനസ്സിന്റെ ആളുകൾക്കേ സാധിക്കുകയുള്ളൂ. അവിടുത്തെ മണ്ണും വിണ്ണും, സ്വർഗത്തിലെ ഭൂമി, അതിലെ നിലം, അതിലെ മണ്ണ്, അതിലെ വിഭവങ്ങൾ എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മസാകിനു ത്വയ്യിബ, വിശിഷ്ടമായ താമസ സ്ഥലങ്ങൾ, ഭവനങ്ങൾ എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, വബശ്ശിരിൽ ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾക്ക് പ്രവാചകരെ സന്തോഷ വാർത്ത അറിയിക്കുക. വഅമിലു സ്വാലിഹാത്ത്, സത്യവിശ്വാസം സ്വീകരിച്ച് അതനുസരിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ, അള്ള പറഞ്ഞ എല്ലാ നന്മകളും പരമാവധി ചെയ്യാൻ ശ്രദ്ധിച്ച, അള്ള പഠിപ്പിച്ച എല്ലാ വിശ്വാസ കാര്യങ്ങളും മനസ്സിൽ ഉറപ്പിച്ച ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നബിയെ. എന്താണ് സന്തോഷ വാർത്ത? അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് താഴ്ഭാഗത്തുകൂടെ പുഴകൾ ഒഴുകുന്ന തോട്ടങ്ങളുണ്ട്. ഒരു സ്വർഗമെന്നല്ല, സ്വർഗത്തോപ്പുകളുണ്ട്. അതേപോലെ തന്നെ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖൻ ഖാലൂ ഹാദല്ലദീ റുസിഖനാ മിൻ ഖബൽ. അതിന്റെ ഓരോ വിശേഷണങ്ങളും നമ്മളെ മനോഹാരിതമാക്കുന്ന, നമ്മളെ കോരിത്തരിപ്പിക്കുന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. ബിനാഉഹാ, ആ സ്വർഗത്തിന്റെ കെട്ടിടങ്ങൾ എങ്ങനെയാണ് എന്നറിയുമോ? ലബിനത്തുൻ മിൻ ദഹബിൻ വലബിനത്തുൻ മിൻ ഫില്ല. അവിടെ നമുക്ക് വേണ്ടുന്ന ഭവനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കട്ട സ്വർണമാണെങ്കിൽ മറ്റൊരു കട്ട വെള്ളിയാണ്. സ്വർണവും വെള്ളിയും കൊണ്ടും പണിതീർത്ത അമ്പരചുംബിയായ വലിയ വലിയ കൊട്ടാരങ്ങൾ വിശ്വാസികൾക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ വിഭവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, അവിടുത്തെ ഇണകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, എല്ലാം സംശുദ്ധിയുടെ, വിശുദ്ധതയുടെ പൂർണ്ണതയാണ്. അരുവികളെ സംബന്ധിച്ച് പറഞ്ഞു ഖുർആൻ. അവിടെ പുഴകളുണ്ട്, വെള്ളത്തിന്റെ പുഴയുണ്ട്, പാലിന്റെ അരുവിയുണ്ട്, തേനിന്റെ തോടുകളുണ്ട്, അതേപോലെ തന്നെ മദ്യത്തിന്റെയും പുഴകളുണ്ട്. ദുനിയാവിലേതുപോലെയുള്ള അഴുക്കുകളോ മാലിന്യങ്ങളോ ദൂഷ്യങ്ങളോ ഇല്ലാത്ത എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. തീനുഹൽ മിസ്കുൽ അദ്ഫർ, സംശുദ്ധമായ കസ്തൂരിയാണ് അവിടെയുള്ള മണ്ണ്. അഥവാ അവിടെ ഒരു അഴുക്കോ വൃത്തികേടോ ദുർഗന്ധമോ ഇല്ല. വഹസ്ബാഉഹൽ ലുഉലു വൽ ജൗഹർ, അവിടെയുള്ള ചരൽക്കല്ലുകൾ നല്ല നല്ല പവിഴവും മുത്തുകളുമാണ്. അൻഹാറുൽ ജന്നതി തുഫജ്ജറു മിൻ തഹ്തി തിലാൽ ഔ മിൻ തഹ്തി ജിബാലിൽ മിസ്ക്, കസ്തൂരിയുടെ കുന്നുകളുടെ ചുവട്ടിലൂടെയാണ് സ്വർഗത്തിന്റെ പുഴകൾ ഒഴുകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ യുഅ്താ അഹദുഹും ബിസ്സുഹ്ഫതി മിനശ്ശൈ, ആ സ്വർഗത്തിൽ കഴിക്കുവാൻ വേണ്ടി ഭക്ഷണമായ ഒരു പാത്രത്തിൽ വല്ലതും കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫയഉകുലു മിൻഹാ, അയാൾ അതിൽ നിന്ന്, സ്വർഗവാസിയായ മനുഷ്യർ അതിൽ നിന്ന് കഴിക്കും. സുമ്മ യുഅ്താ ബിഉഖറ, പിന്നെ വേറൊന്ന് അയാൾക്ക് കിട്ടും. ഫയഖൂൽ, അപ്പോൾ അയാൾ പറയുമത്രേ, ഹാദല്ലദീ ഊതീനാ ബിഹി മിൻ ഖബൽ, ഇതല്ല ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയത്. അപ്പൊ മലായിക്കത്തുകൾ അവരോട് പറയുമത്രേ, കുൽ, അല്ല, നിങ്ങൾ കഴിച്ചു നോക്കൂ. ഫല്ലൗനു വാഹിദ് വത്വഅമു മുഖ്തലിഫ്, നിങ്ങൾക്ക് അതിന്റെ നിറവും
അതിന്റെ രൂപവും ഒരുപോലെയാണ് തോന്നുന്നത്. പക്ഷെ നിങ്ങളൊന്ന് തിന്നു നോക്കൂ, അതിന്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് എന്നാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു പഴം തന്നെ ഒരു കടിയിൽ കിട്ടുന്ന സുഖവും സന്തോഷവുമല്ല രണ്ടാമത്തെ കടിയിൽ ഉണ്ടാവുന്നത്. ദുനിയാവിൽ നമുക്ക് കോലപ്പെടുത്തുവാൻ സാധിക്കാത്ത അനുഭൂതിയുടെയും സന്തോഷത്തിന്റെയും അവർണ്ണനീയമായ ലോകം അത് ആർക്കുള്ളതാണ്? വിശുദ്ധന്മാരായ ആളുകൾക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ ഉഷ്ബുൽ ജന്നതി സഅഫറാൻ, ഹദീസുകളിൽ വന്നതാണ്, സ്വർഗത്തിലെ പുല്ലുകൾ, അതല്ലെങ്കിൽ അവിടെ പരന്നു കിടക്കുന്ന ചെളികൾ എന്ന് പറയുവാൻ പറ്റുന്നത് അത് സഅഫറാൻ. വകുസ്ബാനുഹൽ മിസ്ക്, അവിടെയുള്ള മണൽ തിട്ടകൾ, കൂനകൾ, അത് കസ്തൂരിയുടേതാണ്. വയതൂഫു അലൈഹിം അൽ വിൽദാൻ ബിൽ ഫവാക്കിഹ്, സ്വർഗത്തിലെ ബാലന്മാർ, ചെറിയ കുട്ടികൾ, അവർ പഴങ്ങളുമായി സ്വർഗവാസികളുടെ അടുക്കലൂടെ നടക്കും. ഫയഅകുലൂനഹാ സുമ്മ യുഅതൂന ബിമിസ്ലിഹാ, അതേപോലെ അവർ അതിൽ നിന്ന് കഴിക്കും. വീണ്ടും അതുപോലെയുള്ള പഴങ്ങൾ അവർക്ക് വിതരണം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫയഖൂലു ലഹും അഹ്ലുൽ ജന്ന, ആ മക്കളോട്, ആ കുട്ടികളോട് സ്വർഗവാസികളായ ആളുകൾ ചോദിക്കും, ഹാദല്ലദീ ആതൈതുമൂന ആനിഫൻ ബിഹി, ഇതല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് തൊട്ടു മുമ്പ് നൽകിയത്? അപ്പോൾ അവർ പറയും, ആ മക്കൾ പറയും, ഖുലൂ ഫഇന്നൽ ലൗന വാഹിദുൻ വത്തുഅമ മുഖ്തലിഫ്, അതിന്റെ രുചിയും അനുഭൂതിയും ആസ്വാദനവും എല്ലാം വേറെയാണ്. നിങ്ങൾക്കതിന്റെ പേരിൽ, അതിന്റെ രൂപത്തിൽ സാദൃശ്യം തോന്നിയാലും അതാണ് വഅ്തൂ ബിഹി മുത്തശാബിഹ. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്താ? വഅ്തൂ ബിഹി മുത്തശാബിഹ, അത് പരസ്പരം സാദൃശ്യമുള്ളതായി നിങ്ങൾക്ക് തോന്നും. വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ, വിശുദ്ധരായ ഇണകൾ നിങ്ങൾക്ക് അവിടെയുണ്ട്. അഥവാ ഇന്നതിൽ നിന്ന് പരിശുദ്ധരായ ഇണകൾ എന്ന് പറഞ്ഞില്ല. ആണിനെ സംബന്ധിച്ച് പെണ്ണും പെണ്ണിനെ സംബന്ധിച്ച് ആണും അവിടെ ഇണയായിട്ടുണ്ടാകും. പക്ഷേ അവർ ഇന്ന ഇന്ന ന്യൂനതകളില്ലാത്തത് എന്ന് പ്രത്യേകം പറഞ്ഞില്ല. കാരണം എന്താ? ലിയശ്മുല ജമീഅ അൻവാഇ തത്വഹീർ, വിശുദ്ധിയുടെ എല്ലാം ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ്. ദുനിയാവിൽ കാണുന്ന ന്യൂനതകളൊന്നും അവിടെ ഉണ്ടാവുകയില്ല. സ്വർഗസ്ഥരായ ആളുകൾക്ക് അവരുടെ നാവും കണ്ണും കാതും പെരുമാറ്റവും എന്ന് വേണ്ട എല്ലാം മുതഹ്ഹറാത്തുൽ അഖ്ലാഖ്, വിശുദ്ധയായ സ്വഭാവത്തിന്റെ ഉടമകൾ. അതേപോലെ തന്നെ മുതഹ്ഹറാത്തുൽ ഖൽഖ്, അവന്റെ സൃഷ്ടിപ്പും പ്രകൃതവും എല്ലാം സംശുദ്ധമാണ്. യാതൊരു ന്യൂനതകളുമില്ല. ദുനിയാവിലെ ന്യൂനതകളായി നമ്മൾ ഗണിക്കുന്ന ഒന്നുമില്ല. മലമൂത്ര വിസർജനമില്ല, അഴുക്കുകളില്ല, മാലിന്യമില്ല, ആർത്തവമില്ല. അതേപോലെ തന്നെ മൂക്കിൽ നിന്നും വായിൽ നിന്നും പുറത്തു വരുന്ന വൃത്തികേടുകൾ, ആളുകൾ കാണുവാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത നമ്മുടെ സ്വയം അഴുക്കുകൾ, അത് സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. ദുർഗന്ധം അവിടെ ഉണ്ടാവുകയില്ല. അതേപോലെ വൈരൂപ്യങ്ങൾ അവിടെ ഉണ്ടാവുകയില്ല. ഈമാനുള്ള വിശ്വാസിയാണോ വിശ്വാസിനിയാണോ, ഇവിടെ ഒരുപക്ഷെ കറുത്തവരായിരിക്കാം, കുറുകിയവരായിരിക്കാം, ആളുകൾ വിരൂപരായി കാണുന്നവരായിരിക്കാം. പക്ഷെ സ്വർഗത്തിൽ ഖൈറാത്തുൻ ഹിസാൻ, ഏറ്റവും നല്ല, കണ്ടാൽ കൊതി തീരാത്ത, ആളുകൾക്ക് സന്തോഷവും ആനന്ദവും നൽകുന്ന സുന്ദരികളായിരിക്കും അവിടുത്തെ സ്ത്രീകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലവിത്തലഅത് ഇംറഅത്തും മിൻ നിസാഇൽ ജന്ന ഇലൽ അർള്, സ്വർഗസ്ഥയായ ഏതെങ്കിലും ഒരു പെണ്ണ് ഈ ദുനിയാവിലേക്ക്, ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കിയാൽ ലമലഅത് മാ ബൈനഹുമാ റീഹ, ആ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ പരിമളം കൊണ്ട് നിറഞ്ഞു നിൽക്കും. വല അളാഅത് മാ ബൈനഹുമാ, ആകാശഭൂമികൾക്കിടയിൽ പ്രകാശം കൊണ്ട് നിറഞ്ഞു നിൽക്കും. വല നസീഫുഹാ അലാ റഅസിഹാ, ആ സ്വർഗസ്ഥയായ സ്ത്രീ തലയിൽ ധരിക്കുന്ന അവളുടെ ശിരോവസ്ത്രം, അത് മാത്രം മതി. ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ള സർവ്വതിനേക്കാളും മികച്ചു നിൽക്കുന്ന അത്യത്ഭുതകരമായ അള്ളാഹുവിന്റെ പാരിതോഷികമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ വിശ്വാസം കറകളഞ്ഞതാക്കുക. നമ്മുടെ പെരുമാറ്റവും അതേപോലെ തന്നെ ചിന്താഗതികളുമൊക്കെ ആരോടും ഒരു പകയും വിദ്വേഷവുമില്ലാതെ നമ്മൾ ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ചെറിയ ടെൻഷനും വേദനകളും പ്രയാസങ്ങളും പോലും, നടന്നു പോകുമ്പോൾ കാലിൽ തറക്കുന്ന ഒരു മുള്ളു പോലും ആ സ്വർഗത്തിൽ നമുക്ക് നന്മകളായി, പദവികൾ ഉയർത്തുന്ന പുണ്യങ്ങളായി മാറുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ വിശുദ്ധമായ സ്വർഗം നേടിയെടുക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته
വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ സ്വർഗം പ്രതീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവർക്ക് നേരെ വരുന്ന വിമർശനങ്ങളും ആക്ഷേപങ്ങളും കയ്യേറ്റങ്ങളും അവർക്ക് അതിജയിക്കുവാൻ സാധിക്കും, ക്ഷമിക്കുവാൻ സാധിക്കും. ഇനി വിശ്വാസികൾ പരസ്പരം എന്തെങ്കിലും മാനസികമായി മനസ്സിൽ കുശുമ്പോ വഴക്കോ ഉണ്ടെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ല പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തന്നു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഖില്ലിൻ. ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകൾ അവിടെ വിശുദ്ധർക്ക് മാത്രമേ എൻട്രൻസ് ഉള്ളൂ, പ്രവേശനമുള്ളൂ. അതുകൊണ്ട് മനസ്സിൽ അങ്ങനെയുള്ള വല്ല വിദ്വേഷവും പിണക്കവും ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് വിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ നിന്ന് ആ പകയും വിദ്വേഷവും അള്ളാഹു നീക്കിക്കളയുമെന്ന്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ആ മാർഗത്തിൽ അല്പമൊക്കെ സഹിക്കേണ്ടി വന്നാലും ത്യജിക്കേണ്ടി വന്നാലും പടച്ചറബിന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾ, അവർക്ക് തോട്ടങ്ങളുണ്ട്, അരുവികളുണ്ട്. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി നിങ്ങൾക്കുള്ളതാണ് ആ സ്വർഗം, നിങ്ങൾ അതിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പറയും. ആ ഒരു നല്ല വിളികൾ കേട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീഖും സൗഭാഗ്യവും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഖില്ലിൻ ഇഖ്വാന. അവരുടെ മനസ്സിൽ നിന്നുള്ള പകയും വിദ്വേഷവും ഒക്കെ നാം ഊരിയെടുത്ത് വലിച്ചു ദൂരക്കളയും. അവർ പരസ്പര സഹോദരങ്ങളായി മാറും. അലാ സുറുറിൻ മുതഖാബിലീൻ. പരസ്പരം അഭിമുഖമായി സോഫകളിൽ, കട്ടിലുകളിൽ അവർ ചാരിയിരിക്കും. ലാ യമസ്സുഹും ഫീഹാ നസബ്. അവർക്ക് യാതൊരു ക്ഷീണവും തളർച്ചയും അവിടെ ബാധിക്കുകയില്ല. വമാ ഹും മിൻഹാ ബിമുഖറജീൻ. അവരെ ആരും അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കാൻ, പുറത്താക്കാൻ ആരും വരില്ല. അവർക്ക് യഥേഷ്ടം മരണമില്ലാതെ നിത്യതയിൽ ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാനുള്ള സംഗതിയാണത്. സഹോദരങ്ങളെ, ആ സ്വർഗം നമ്മുടെ ഏതെങ്കിലും നൈമിഷികമായ ആസ്വാദനങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുക എന്നത് ബുദ്ധിയുള്ള ആളുകൾക്ക് ചേർന്നതാണോ? ഏതെങ്കിലും താൽക്കാലികമായ ഒരു ഹറാമായ കാര്യം ചെയ്യുമ്പോൾ ഒരു താൽക്കാലികമായ സുഖം, അത് മദ്യപാനമാകട്ടെ, വ്യഭിചാരമാകട്ടെ, വേറെ ഏത് വൃത്തികേടുകളാകട്ടെ, വാസ്തവത്തിൽ അള്ളാഹു പറഞ്ഞത് അതൊക്കെ വൃത്തികേടുകളാണെന്ന്. ആ വൃത്തികേടുകളിലൂടെ താൽക്കാലികമായ നൈമിഷികമായ ഒരു ആസ്വാദനം കിട്ടിയാൽ പോലും എന്നേക്കുമുള്ള ശാശ്വതമായ ഈ സ്വർഗീയ അനുഭൂതികളും ആനന്ദങ്ങളും ഒഴിവാക്കുക, നഷ്ടപ്പെടുത്തുക എന്നത് ഏറ്റവും വലിയ അവിവേകവും ഏറ്റവും വലിയ വിവരക്കേടവുമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ദേഹേച്ഛകൾക്ക് കടിഞ്ഞാണിട്ട് പടച്ചറബിനെ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാണോ എങ്കിൽ സ്വർഗം അള്ളാഹു നമുക്ക് ഗ്യാരണ്ടി ചെയ്ത സംഗതിയാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. പടച്ചറബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടുന്ന ആ മഹ്ശറയെ സംബന്ധിച്ച് ഓർക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ആരുണ്ടോ? വനഹൻ നഫ്സ അനിൽ ഹവാ. സ്വന്തം ഇച്ഛകളിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിക്കുകയും തടയുകയും ചെയ്ത ആളുകൾ ആരുണ്ടോ? ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അവർക്കുള്ള സങ്കേതമാണ് സ്വർഗം. ആ സ്വർഗം സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം, നമ്മുടെ മനസ്സിലുണ്ടാകണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു വികാരമായി നമ്മുടെ കൂടെ ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും അതിജയിക്കുവാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ഏത് നിമിഷം ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വന്നാലും, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചില്ലേ, 11 മക്കൾ ഒരു വാഹനത്തിൽ അവർ ടൂറിന് പോവുകയാണ്, സിനിമ കാണാൻ, ആഹ്ലാദിക്കാൻ വേണ്ടി പോവുകയാണ്. അവരാരെങ്കിലും ആ പോകുന്ന സമയത്ത് ഓർത്തിട്ടുണ്ടോ എന്റെ അവസാനത്തെ യാത്രയാണ് ഇത് എന്ന്? ആരോഗ്യത്തിൽ കുറവില്ല, സാമ്പത്തിക ശേഷിയിൽ ആരും മോശക്കാരല്ല, അറിവിലും അവർ മോശക്കാരല്ല, എല്ലാം തികഞ്ഞ നല്ല നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ ആളുകൾ. പക്ഷേ പടച്ചറബിന്റെ അവധി എത്തിയപ്പോൾ ചില നിമിത്തങ്ങൾ ഉണ്ടായി എന്നല്ലാതെ ആക്സിഡന്റ് അതൊരു നിമിത്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളിൽ എത്ര ആളുകൾ എത്ര ജീവിക്കുമെന്ന് പറയുവാൻ സാധിക്കുമോ? അതുകൊണ്ട് ഏത് സമയത്തും ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് പോകേണ്ടി വന്നാലും പടച്ചറബ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ദേഹേച്ഛകളെ നിയന്ത്രിച്ച്
പടച്ചവന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ, ഫറലായ കാര്യങ്ങൾ ചെയ്ത് ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് ഒരു സംശുദ്ധമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാളുടെ മരണം ഏതു കോലത്തിലായാലും അയാൾക്ക് സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുമെന്നാണ്. അവിടെ ഒരു വടി കുത്തിവെക്കുവാൻ, ഒരു ചാട്ടവാറ് നാട്ടിവെക്കുവാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ ഈ ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ മഹത്തരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, സുബ്ഹി ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചതാണ്. അതേപോലെ ഓരോ നന്മകളും, ആ നന്മകളൊക്കെ സ്വർഗത്തിലേക്കുള്ള വടിയടയാളങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതിനോട് ഒരു വെറുപ്പും അകൽച്ചയുമില്ലാതെ ആവേശത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി പോകുവാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിനോട് നമ്മൾ 3 പ്രാവശ്യം സ്വർഗം ചോദിച്ചാൽ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ, അള്ളാഹുവേ ഞാൻ നിന്നോട് നിന്റെ സ്വർഗം ചോദിക്കുന്നു, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് ആത്മാർത്ഥമായി നമ്മൾ 3 പ്രാവശ്യം പടച്ചറബിനോട് ദുആ ചെയ്താൽ സ്വർഗം പറയുമെന്നാണ്, അള്ളാഹുവെ അയാളെ എന്നിലേക്ക് നീ പ്രവേശിപ്പിക്കണേ, നരകം പറയും അയാളെ എന്നിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന്. അങ്ങനെ സ്വർഗവും നരകവും പോലും നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ആ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു വികാരമായി, ഒരു തേട്ടമായി, പ്രാർത്ഥനയായിട്ടുണ്ടാകണം. സർവശക്തനായ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന യഥാർത്ഥ വിജയികളിൽ സാധുക്കളായ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസി സഹോദരങ്ങൾക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മുമ്പേ നമ്മളോട് യാത്ര പറഞ്ഞ് വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ആദർശ സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും പടച്ച റബ്ബ് പരലോകത്ത് ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.